ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിമി ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂട്ടുകാർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയെ പറ്റി സംസാരിക്കാനാണ്. അതായത് നാളെ അവധിയാണ്. അപ്പോൾ ഏതൊക്കെ ജില്ലകൾക്കാണ് നാളെ അവധിയുള്ളതെന്ന് നമുക്ക് നോക്കാം. നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ കാര്യത്തിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇപ്പം മഴയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. പുറത്തൊന്നും ഇറങ്ങി അധികം കളിക്കാനൊന്നും പോകാതിരിക്കുക. അവധി ഉണ്ടെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ചാടിക്കയറി മഴയത്തൊന്നും പോകാതിരിക്കുക. എല്ലാവരും സേഫായിട്ട് ഇനി ഇരിക്കാൻ ശ്രമിക്കുക. കാരണം വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഒഴുക്കിൽപ്പെട്ട് വരെ പോയെന്ന് വരാം. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും സേഫായിട്ട് ഇനി ഇരിക്കുക. നാളെ അവധിയുള്ള ജില്ലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ, വയനാട്, പാലക്കാട്, കാസർഗോഡ് ഇത്രയും ജില്ലകളിലാണ് ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിങ്ങളാരും വിഷമിച്ചിരിക്കൊന്നും വേണ്ട. അപ്പോൾ വൈകാതെ തന്നെ കുറച്ച് ജില്ലകൾ കൂടെ അവധി കൊടുക്കും. അപ്പോൾ ആ ജില്ലയിൽ നിങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും അവധി കിട്ടാൻ സാധ്യതയുണ്ട്. കമൻറ്റ് സെക്ഷൻ വന്നിട്ട് നിങ്ങൾ പറയുമായിരിക്കും നമുക്ക് അവധിയില്ലല്ലോ, ഇവിടെ പെയ്യുന്ന മഴയല്ലേ, മാങ്ങയാണോ നിങ്ങൾ ചോദിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടാം, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എഡിറ്റ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കും. ഇനി ഏതെങ്കിലും ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചാൽ എപ്പോഴെപ്പോഴും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വെറുപ്പായി പോകും. എല്ലാ ചാനലുകളും പോലെ എനിക്ക് ഇങ്ങനെ അവധിയൊന്നും പറഞ്ഞിട്ട് എപ്പോഴെപ്പോഴും വീഡിയോ ഇടാനൊന്നും വയ്യ. കാരണം അവധിയാണ്. മാത്രമല്ല ഇത് മഴയുടെ പേരിലുള്ള അവധിയാണ്. അതിന് നമ്മളിങ്ങനെ കൊട്ടി ആഘോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ കഷ്ടത പ്രമാണിച്ചിട്ടാണ് ഈ അവധികളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത്രത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഈ കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ കാര്യം നിങ്ങളുടെ കൂട്ടുകാരന് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവന് ചിലപ്പോൾ ഈ ന്യൂസ് ഒന്നും അറിയത്തില്ലായിരിക്കും. അപ്പോൾ അവനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്താൽ അവനും കൂടെ ഉപകാരപ്പെടും. അപ്പോൾ ഇതുപോലത്തെ നല്ല എഡിറ്റിംഗ് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ഉടൻ തന്നെ എത്തും. ആരും പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 ആഴ്ചയൊന്നും കഴിയത്തില്ല. ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. കാരണം കുറച്ച് കണ്ടന്റുകൾ ഞാൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അടുത്ത വീഡിയോ എത്തുന്നതായിരിക്കും. അതുവരേക്കും